ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കുകയാണ്. കേരളത്തിലേക്ക് മോദി എത്തുകയാണ്. ഈ അടുത്തെത്തേണ്ടതാണ്. 11-ാം തീയതിയിലേക്ക് എന്ന് മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. മോദി എത്തുന്നതോടുകൂടി ബിജെപിയുടെ ഒരു അജണ്ട എന്താണ് എന്നുള്ളത് വ്യക്തമാകില്ലേ? ബിജെപിയുടെ അജണ്ട നേരത്തെയും വ്യക്തമാണ്. കേരളത്തിൽ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സാന്നിധ്യവും വോട്ട് പെർസെൻറ്റേജുമുള്ള പാർട്ടിയാണ് ബിജെപി. പ്രത്യേകിച്ച് NDA എന്നുള്ള നിലക്ക് കേരളത്തിൽ ബിജെപിയുടെ രാഷ്ട്രീയ സാന്നിധ്യവും സാധ്യതകളും വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടയിൽ BJP NDA വിഭാഗത്തിലേക്ക് നിരവധി പാർട്ടികളാണ് കടന്നു വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ നേതാക്കന്മാർ, മുൻകാല കോൺഗ്രസ് നേതാക്കന്മാർ, ഇടതുപക്ഷ നേതാക്കന്മാർ, മുൻ MLA മാർ, നിരവധി സ്ഥലങ്ങളിൽ നിന്ന് പഞ്ചായത്ത് മെമ്പർമാരായിരുന്ന ആളുകൾ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായിരുന്ന ആളുകൾ, മുനിസിപ്പൽ ചെയർമാൻമാരായിരുന്നവർ, മുനിസിപ്പൽ കൗൺസിലർമാരായിരുന്നവർ, ഈ തരത്തിൽ കേരളത്തിൽ വ്യാപകമായി മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് UDF-ൽ നിന്നും LDF-ൽ നിന്നുമൊക്കെ നിരവധി ആളുകൾ BJP-യിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. NDA-യിലേക്ക് അങ്ങനെ വരുന്നത് കൊണ്ട് മാത്രം ഒരു വിജയസാധ്യത എന്ന് ഉറപ്പിക്കാൻ കഴിയുമോ? അത് വിജയത്തെക്കാൾ അപ്പുറത്ത് ജനങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള ട്രെൻഡാണ് കാണിക്കുന്നത്. BJP മുന്നോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയം, പ്രത്യേകിച്ച് ദേശീയ തലത്തിലുള്ള വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP ഉയർത്തുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വികസനം, അത് ജനങ്ങൾ ഇന്ന് നോക്കിക്കാണുകയാണ്. ഇപ്പോൾ മോഡിജിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിനൊന്നും നൽകുന്നില്ല എന്നുള്ളതാണ് നിരന്തരമായി നടക്കുന്ന LDF ഗവൺമെൻറ്റിൻ്റെ പ്രചരണം. അതോടൊപ്പമാണ് UDF കേരളത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന നാഷണൽ ഹൈവേയുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ, പൊതുവായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ, എന്തിനേറെ ചെറിയ വിഷയങ്ങൾ മുതൽ ഇപ്പോൾ രാജ്യത്തെ പൊതുവായിട്ടുള്ള ബജറ്റ് അലോക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതിയിലേക്കുള്ള ഫണ്ട് അലോക്കേഷൻ, അതുൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ വീടുകൾ കൊടുത്തു എന്ന് പ്രചരണം നടത്തുമ്പോൾ അതിൻ്റെ കേന്ദ്രവിഹിതം എത്രയാണ്? അതോടൊപ്പം തന്നെ വീടുകൾ പണിയാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പണം എത്രയാണ്? അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ വഴി സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട മുഖച്ഛായ മാറുന്ന കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ എത്രയാണ്? പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റികളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കോർപ്പറേഷനുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന് കിട്ടിയിട്ടുള്ള പണം എത്രയാണ്? ഇതൊക്കെ ജനങ്ങൾ കാണുകയല്ലേ? കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന പദ്ധതികളുടെയും വികസന പദ്ധതികളുടെയും എല്ലാം ഫലം കാണുകയാണ്. ഇപ്പോൾ കൊല്ലം ഇതിപ്പോൾ ഒരു 10 വർഷത്തിന് മേലെയായിട്ട് മോദി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു സ്വീകാര്യത ഉണ്ടാവും. അത് പക്ഷേ എല്ലാം കേന്ദ്രം കൊടുത്തത് കൊണ്ട് മാത്രമാണ് സംസ്ഥാനങ്ങളിൽ ഞാൻ കേരളം മാത്രമല്ല ഉദ്ദേശിച്ചത്, അങ്ങനെ ഒരു വികസന പ്രവർത്തനം നടക്കുന്നത് എന്ന് പറയാൻ കഴിയും? കേന്ദ്രം കൊടുത്തത് കൊണ്ട് മാത്രമാണ് സംസ്ഥാനങ്ങളിൽ വികസന പ്രക്രിയ നടക്കുന്നത് എന്നൊരു വാദമല്ലല്ലോ നമ്മൾ ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു പ്രചരണവും നമുക്കില്ലല്ലോ. കേന്ദ്ര ഗവൺമെൻറ് അഴിമതിരഹിതമായി ബജറ്റ് അലോക്കേഷൻ വഴി ഓരോ സംസ്ഥാനത്തിനും കൊടുക്കേണ്ട പണം കൃത്യമായി സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ എത്തുന്ന പണം അക്കൗണ്ടബിളായി മാറുന്നു. ഉദാഹരണത്തിന് കൊല്ലം ആലപ്പുഴ ബൈപ്പാസുകൾ 35 മുതൽ 40 വർഷം വരെയാണ് മുടങ്ങിക്കിടന്നത്. എത്ര കാലങ്ങളായി പണി തീരാതെ നിരന്തരമായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആവശ്യങ്ങൾ ഉയർന്നിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൽ കേരളത്തിൽ നിന്ന് 8 മന്ത്രിമാർ, അതിപ്രഗത്ഭരായ മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നിട്ടും എത്രയോ പ്രോജക്റ്റുകൾ വഴിമുടങ്ങിക്കിടന്നിരുന്നു. അതെല്ലാം പുനരുജ്ജീവിപ്പിക്കപ്പെട്ടിട്ടില്ലേ? ഇപ്പോൾ കേരളത്തിലെ റെയിൽവേ വികസനം, കേരളത്തിലെ ഓരോ റെയിൽവേ സ്റ്റേഷനുകളും പോയി നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ, ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ, എത്രയോ റെയിൽവേ സ്റ്റേഷനുകൾ, ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളും റെയിൽവേ ട്രാക്കുകളും ഡബിൾ ചെയ്യപ്പെടുകയോ പദ്ധതികൾ ആവിഷ്കരിക്കുകയോ പുതുതായി നിർമ്മിക്കപ്പെടുകയോ പുനഃക്രമീകരിക്കപ്പെടുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് റെയിൽവേയുടെ കാര്യത്തിൽ മാത്രം. നാഷണൽ ഹൈവേയുടെ വികസനം, ദേശീയ തലത്തിൽ നടക്കുന്ന നാഷണൽ ഹൈവേയുടെ വികസനം കേരളത്തിലേക്ക് എത്ര വേഗത്തിലാണ് എത്തിയത്? എത്ര വേഗത്തിലാണ് അതിൻ്റെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിൻ്റെ റോഡിൻ്റെ സ്ഥിതി എന്തായിരുന്നു? പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ, തൃശ്ശൂരിനപ്പുറത്തേക്ക് യാത്ര ചെയ്താൽ വടക്കൻ കേരളത്തിൽ നാഷണൽ ഹൈവേയുടെ സ്ഥിതി എന്തായിരുന്നു? അതെല്ലാം മാറ്റിമറിക്കപ്പെട്ടില്ലേ? അപ്പോൾ വികസനം എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന സൗകര്യ വികസനം നേരിട്ട് കാണുകയാണ്. ഇപ്പോൾ ജില്ലാ ആശുപത്രികൾ, എല്ലാ സംസ്ഥാനത്തെയും ഒരു ജില്ലയിലെ ഒരു ആശുപത്രി മാതൃകാ ആശുപത്രിയാക്കിക്കൊണ്ട് കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപനം വന്നു. എല്ലാ ജില്ലക്കും എല്ലാ സംസ്ഥാനത്തിനും അതിൻ്റെ പ്രയോജനം ലഭിക്കുകയല്ലേ? അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മാത്രം എന്നുള്ളതല്ല, പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ, ത്രിതല പഞ്ചായത്തിൽ തനത് ഫണ്ട് വികസനത്തിന് വേണ്ടി ഇല്ലാത്തത് കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റോ
കേന്ദ്ര ഗവൺമെൻറ്റാണ് ഫണ്ട് അലോക്കേഷൻ കൊടുക്കുക. 40% മുതൽ 80% വരെ പല പദ്ധതികളുടെയും ഫണ്ട് അലോക്കേഷൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേതാണ്. അതുപയോഗിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പ്രഖ്യാപനങ്ങൾക്ക് പകരം നടപ്പാക്കി കിട്ടുന്നു എന്നുള്ളതാണ്. പ്രഖ്യാപനങ്ങളുണ്ട്, അത് ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ലഭിച്ചില്ലെങ്കിൽ അതുകൊണ്ട് എന്താ പ്രയോജനം? അത് നേരിട്ട് ലഭിക്കുന്നു. ഉദാഹരണത്തിന് ഗ്യാസ് കണക്ഷനുകൾ. രാജ്യം മുഴുവൻ എത്രയാണ് ഗ്യാസ് കണക്ഷൻ കൊടുത്തത്? 8 കോടി ഗ്യാസ് കണക്ഷനുകളാണ് കൊടുത്തിട്ടുള്ളത്. കേരളത്തിലടക്കം ഏതാണ്ട് 40 ലക്ഷത്തോളം ആളുകൾക്കാണ് ഗ്യാസ് കണക്ഷൻ്റെ പ്രയോജനം ലഭിച്ചത്. അതോടൊപ്പം തന്നെ BJP ഗവൺമെൻറ് വന്ന സമയത്ത് ശൗചാലയങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. കേരളത്തിലെ LDFും UDFും എത്ര നികൃഷ്ടമായ രീതിയിൽ നെഗറ്റീവായിട്ടുള്ള പ്രചരണം നടത്തി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജോലി ശൗചാലയങ്ങൾ ഉണ്ടാക്കലാണ് എന്ന് അത് പറഞ്ഞു. നമ്മൾ എന്നും പറയുന്ന ഒരു കാര്യമാണ്. BJPയുടെ ഭാഗത്തു നിന്ന് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതെന്താണ് എന്നുള്ളത്, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് ഈ കണ്ട കാലത്തിനിടയിൽ ജനം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് കേരളത്തിനെ അപേക്ഷിച്ചല്ല, മറ്റ് സംസ്ഥാനങ്ങൾക്ക് അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഒന്നുമില്ലാതിരുന്നതാണ്. ഒരു MP ആയിട്ടുണ്ട്, ഒരു നഗരസഭ കയ്യിൽ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളിടത്തൊക്കെ മേൽക്കൈ നേടാനുമായിട്ടുണ്ട് BJPക്ക് എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് മാത്രം മതിയോ? ഇപ്പോൾ ശബരിമല പോലൊരു പ്രശ്നം, അത് വേണ്ട വിധത്തിൽ BJP ഇറങ്ങി കളിച്ചിട്ടുണ്ടോ? BJP അല്ലാതെ ഏത് പാർട്ടിയാണ് കേരളത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി ഭക്തർക്കൊപ്പം നിന്നുകൊണ്ട് അതിൻ്റെ പ്രചരണം എന്നുള്ളതല്ല, ആ വിഷയം ഏറ്റെടുത്തിട്ടുള്ള പാർട്ടി ഏതാണ്? ഇപ്പോൾ കോൺഗ്രസ്സുകാർ നടത്തുന്ന എന്താണ്? രാഷ്ട്രീയ പ്രചരണമാണ്. രാഷ്ട്രീയ പ്രചരണത്തിന് ഏത് മാർഗവും ഉപയോഗിക്കാം. കോൺഗ്രസ് ഏതെങ്കിലും സ്ഥലത്ത് പ്രക്ഷോഭമായി രംഗത്ത് വന്നിട്ടുണ്ടോ? ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ നിലപാടെന്തായിരുന്നു? അതിൽ അവരുടെ പ്രക്ഷോഭത്തിൻ്റെ റോൾ എന്തായിരുന്നു? കേരളത്തിൽ സംഘപരിവാർ BJP അടക്കമുള്ള പാർട്ടികളുടെ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ 3000-ലധികം കേസുകളുണ്ട്. 10,000-ലധികം ആളുകൾ വിവിധ കേസുകളിൽ പ്രതികളാണ്. ഏതാണ്ട് 18ഓളം പ്രധാനപ്പെട്ട നേതാക്കന്മാർ 200 മുതൽ 300 വരെയുള്ള കേസുകളിൽ പ്രതികളാണ് BJPയുടെ നേതാക്കന്മാർ, സംഘപരിവാർ നേതാക്കന്മാർ, നിരവധി ഹിന്ദു നേതാക്കന്മാർ. അപ്പോൾ സ്വാഭാവികമായും ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ കള്ള തട്ടിപ്പ് അതല്ലെങ്കിൽ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല, ശബരിമലയിലെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് വിശ്വാസികളുടെ മനസ്സിനെ ഹനിച്ചത് അവിടെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടായ പ്രക്ഷോഭങ്ങളാണ്. അതിൽ BJP അല്ലേ നേതൃത്വം കൊടുത്തത്. ഇപ്പോഴത്തെ ശബരിമലയിൽ നടന്നിട്ട് ഇത്രയും വലിയൊരു കൊള്ള അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും? അത് പ്രധാനപ്പെട്ട പ്രശ്നമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അതിനേക്കാൾ വലിയ പ്രശ്നമാണ് അതിന് മുൻപ് കാലങ്ങളായി കഴിഞ്ഞ ഒരു 4-5 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാ ഇതിൽ ഈ കൊള്ള നടത്തിയത് എന്നുള്ളത് പൊതുസമൂഹം മനസ്സിലാക്കുന്നത് ആരാണ്? ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പത്രമാധ്യമങ്ങളിലൂടെ, ചാനലുകളിലൂടെ, വാർത്താമാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന ഫോട്ടോസ്. ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? തട്ടിപ്പിനിരയായിട്ടുള്ള ആളുകൾ, തട്ടിപ്പ് നടത്തി എന്ന് പറയുന്ന ആളുകൾ, ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുകയല്ലേ. അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ ജോലിയെടുത്തിരുന്ന ആളുകൾ തട്ടിപ്പ് നടത്തുമ്പോൾ കൂടെ നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. കോൺഗ്രസിൻ്റെ UDFിൻ്റെ നേതാക്കന്മാർ, UDFിൻ്റെ കൺവീനർ, കോൺഗ്രസിൻ്റെ സമന്വിതരായിട്ടുള്ള നേതാക്കന്മാർ, അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സോണിയാഗാന്ധി അടക്കമുള്ള ആളുകൾ, ഇവരെയൊക്കെ കണ്ടു എന്ന് പറയുന്നത് വെറുതെ കാണലല്ലല്ലോ. ഏത് ഘട്ടത്തിലാണ് കണ്ടിട്ടുള്ളത്? അന്വേഷണം നടക്കുകയല്ലേ. അപ്പോൾ UDF നേതാക്കന്മാരെ സംബന്ധിച്ച് അവരുടെ ഭരണകാലഘട്ടങ്ങളിൽ, LDFിൻ്റെ ഭരണകാലഘട്ടത്തിൽ നടന്നതോടൊപ്പം തന്നെ 98-ന് ശേഷമുള്ള ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് എവിടെ പോയി, എങ്ങനെ പോയി, സ്വർണ്ണം ഇവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ അന്വേഷണത്തിൽ UDF കൺവീനറെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, കോൺഗ്രസ് നേതാക്കന്മാരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ആ കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ സ്വാഭാവികമായും അതിൽ ആത്മാർത്ഥമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച പാർട്ടി BJPയാണ്. മാത്രമല്ല സുശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതും BJPയാണ്. അതുകൊണ്ടാണ് മോഡിജി കേരളത്തിലേക്ക് ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്ന സമയത്തും ത്രിതല പഞ്ചായത്തുകളിൽ BJPക്ക് ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പിലെ വലിയ സ്വീകാര്യത, നിരക്ക് പരക്കെ BJPക്ക് കിട്ടിയിട്ടുള്ള സീറ്റുകൾ, വോട്ടിംഗ് പെർസെൻറ്റേജിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ പല പഞ്ചായത്തുകൾ എടുക്കുന്ന സമയത്ത്, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയിട്ടുള്ള ഭരണം, BJPക്ക് നിലവിലുള്ള കേന്ദ്ര മന്ത്രിസഭയിലെ പ്രാതിനിധ്യം BJPക്ക് കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള MP-യിലൂടെയാണ് ലഭിച്ചിട്ടുള്ളത്, പ്രധാനപ്പെട്ട വകുപ്പ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും BJPക്ക് കേരളത്തിൽ രാഷ്ട്രീയപരമായി സ്പേസ് ഇല്ല എന്ന് നിരന്തരമായ LDFും UDFും പറയുന്നത് തൃശ്ശൂരിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വിജയത്തോടുകൂടി തിരുത്തപ്പെട്ടിരിക്കുന്നു. നേരത്തെ ശ്രീ O രാജഗോപാൽജി MLA ആയി ജയിക്കുന്ന സമയത്ത് അത് ഞങ്ങൾ പൂട്ടിച്ചു, ഞങ്ങളാണിത് പൂട്ടിച്ചത് എന്ന് നിരന്തരമായി പറയുന്ന ആളുകളാണ് LDF.
നിരന്തരമായി BJP പരാജയപ്പെടുത്തണം എന്നുള്ള പ്രചരണം നടത്തുന്നവരാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് BJP പരാജയപ്പെടുത്താൻ ഒരുമിച്ച് ചേർന്ന് വോട്ട് മറയ്ക്കുന്ന ആളുകളാണ്. രാഷ്ട്രീയപരമായി ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത നിന്ദ്യമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്ന ആളുകളാണ് BJP തോൽപ്പിക്കാൻ വേണ്ടി. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പോലെയല്ല ഒരിക്കലും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരിക. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ വേറെ ആയിരിക്കും. അപ്പോൾ ഇത്രത്തോളം സ്വീകാര്യതയുണ്ട്. ഇപ്പോൾ ഇടുക്കിയിലൊക്കെ ആണെങ്കിൽ എസ് രാജേന്ദ്രൻ BJPയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് സാർ പറഞ്ഞതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ട് ഒരു കളമൊരുക്കലിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ കളമൊരുക്കിയതിന് ശേഷം മോദിയുടെ ലാൻഡിംഗ് എന്ന് പറയുമ്പോൾ മോദി എന്തായിരിക്കും കേരളത്തിനോട് സാധ്യതയുണ്ടാവുക? മോഡിജി കേരളത്തിൽ ഇപ്പോൾ വരാൻ പോകുന്ന സമയത്ത് മാത്രമല്ല, എത്രയോ ഘട്ടങ്ങളിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രചരണ റാലികളിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. രാഷ്ട്രീയ പ്രചരണ പരിപാടികളിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. അല്ലാത്ത നിരവധി പൊതുപരിപാടികളിലും അദ്ദേഹം വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് മെട്രോ റെയിൽ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വന്നപ്പോൾ എത്രയോ നെഗറ്റീവായ പ്രചരണം നടത്തി. കേരളത്തിൽ തൃശ്ശൂരിൽ മോഡി വന്ന സമയത്ത് എത്രയോ നെഗറ്റീവായ പ്രചരണം നടത്തി. അപ്പോൾ തൃശ്ശൂരിൽ മോഡി വന്നതുകൊണ്ട് ജയിക്കില്ല എന്നുള്ളതായിരുന്നല്ലോ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രചരണം. മോഡി തൃശ്ശൂരിൽ വന്നതുകൊണ്ട് ഒരു അത്ഭുതവും സംഭവിക്കില്ല പറഞ്ഞതാരാ? കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, LDFിൻ്റെ സ്ഥാനാർത്ഥി, ഇടതുപക്ഷ നേതാക്കന്മാർ, UDF നേതാക്കന്മാർ എല്ലാവരും പറഞ്ഞില്ലേ. പക്ഷെ കേരളത്തിൽ തൃശ്ശൂരിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് സുരേഷ് ഗോപി ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പം മോഡിജി വരുന്നു അല്ലെങ്കിൽ BJPയുടെ നേതൃത്വം വരുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ ആ കാലം പോയി. അങ്ങനെ LDFനും UDFനും BJPയെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നും കേരളത്തിൻ്റെ രാഷ്ട്രീയ നടപടികളിൽ നിന്നും ജനങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ ഒരു ശ്രമവും ഇനി വിജയിക്കാൻ പോകുന്നില്ല. തൃശ്ശൂരിലെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സംഭവിച്ചത് വരാൻ പോകുന്ന 26 അസംബ്ലി മണ്ഡലത്തിൽ നിരവധി മണ്ഡലങ്ങളിൽ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. LDFും UDFും ഒരുമിച്ച് ചേർന്നാൽ പോലും ഒന്നും ചെയ്യാൻ ഇപ്പം കഴിഞ്ഞ തവണ അതല്ലേ സംഭവിച്ചത്. LDFും UDFും തൃശ്ശൂരിൽ BJPക്കെതിരെ ശക്തമായ പ്രചരണം നടത്തിയില്ലേ. മാധ്യമങ്ങൾ പോലും വോട്ട് എണ്ണുന്ന ദിവസം രാവിലെ 10 മണി വരെ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? തൃശ്ശൂരിൽ സുരേഷ് ഗോപി 3ാം സ്ഥാനത്ത് പോകുമെന്നാണ്. അപ്പോൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യത, ജനങ്ങളിൽ നിന്ന് BJPക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യത, NDAക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യത, അതിനി LDFും UDFും ഒരുമിച്ച് നിന്ന് എത്ര വലിയ പ്രചരണം നടത്തിയാലും ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നത് അവർ നേരിട്ട് കാണുന്ന വികസനത്തെയും അഴിമതിരഹിതമായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടികളെയും പ്രവർത്തനങ്ങളെയുമാണ്. അത് ജനങ്ങൾ അംഗീകരിക്കും. അതുകൊണ്ട് ജനങ്ങൾ BJPക്ക് ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും BJP നിരവധി ഘട്ടങ്ങളിലായി വീണ്ടും ജയിച്ച് സർക്കാർ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നത് അഴിമതിരഹിതമായ ഭരണത്തിനാണ്, വികസനത്തിന് വേണ്ടിയിട്ടുള്ള വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലക്കാണ്. കേരളത്തിൽ എത്രയോ വിദ്വേഷ പ്രചരണം നടക്കുന്നു, BJPക്കെതിരായി കള്ളപ്രചരണം നടക്കുന്നു. അതിനെയെല്ലാം ജനങ്ങളിപ്പോൾ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ തള്ളിയതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം. അതിനുശേഷം ഇപ്പോൾ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതോടെ പുതുതായി ഭരണത്തിൽ ഏറാൻ വേണ്ടി കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ ആരിൽ നിന്നാണ് പിടിച്ചെടുത്തത്? കേരളത്തിൽ ഞങ്ങളുള്ളപ്പോൾ LDFിൻ്റെ വീരവാദം എന്താണ്? ഞങ്ങളുള്ളപ്പോൾ കേരളത്തിൽ BJPക്ക് ഒരു സ്പേസുമില്ല. അവരെ മാറ്റിക്കൊണ്ടാണ് BJP ഭരണം വന്നത്. അവരുടെ ഭരണത്തെ തൂത്തെറിഞ്ഞുകൊണ്ടാണ് BJP ഭരണം വന്നത്, UDFിനെ മാറ്റിക്കൊണ്ടല്ല. അപ്പം ഞങ്ങളുണ്ടെങ്കിൽ BJP ഇല്ല എന്നുള്ള പ്രചരണം ഇനി കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. അവരെല്ലാം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ജനവിരുദ്ധതയെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കള്ള നാണയങ്ങളെ ജനങ്ങൾ തിരിച്ചറിയുകയാണ്. അത് മാറാൻ വേണ്ടി പോവുകയാണ്. മോഡിജി കേരളത്തിൽ വരുന്നത് വെറും ഒരു രാഷ്ട്രീയ പ്രചരണം മാത്രമല്ല, വികസനത്തിൻ്റെ സന്ദേശം കൂടിയാണ്. കേരളത്തിൽ വരാൻ പോകുന്ന വലിയ മാറ്റം BJP ഗവൺമെൻറ് ഉണ്ടായാൽ, BJPക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടായാൽ എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ഉണ്ടാകുന്ന വികസനത്തിൻ്റെ മാതൃക എന്താണ് എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ് മറ്റ് സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്ന. ഇപ്പോൾ കേരളം കടമെടുപ്പിൽ ഏറ്റവും വലിയ സംസ്ഥാനമാണ് കേരളം. കടമെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സംസ്ഥാനമാണ് കേരളം. എന്നിട്ട് ഉത്തർപ്രദേശിനെയാണ് തുലനം ചെയ്യുന്നത്. ആരോഗ്യ മേഖലയിൽ ഉത്തർപ്രദേശിനെ തുലനം ചെയ്തുകൊണ്ട് എത്രയോ പ്രചരണങ്ങൾ കേരളത്തിൽ നടന്നു. കേരളത്തിൽ ആരോഗ്യമന്ത്രിക്ക് എന്താ സ്ഥിതി? കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ജനങ്ങൾ എന്താ വിശ്വസിക്കുന്നത്? അപ്പോൾ കേരളത്തിലെ വലിയ മുന്നോട്ട് പോകുന്ന ആരോഗ്യ മേഖല എന്ന് പറയുന്നിടത്താണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ആരോഗ്യമന്ത്രി ICUവിലാകുന്ന സാഹചര്യം ഉണ്ടായില്ല.
ബി ജെ പിക്ക് അനുകൂലമായി മാറും.